എനിക്ക് 1000 രൂപ തരുമോ, എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള റേഷൻ വാങ്ങാനായിട്ടാണ്, ഒന്ന് തന്ന് സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ കേരളത്തിലെ പണത്തിന്റെ മൂല്യം ദിനം പ്രതി ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓണത്തിന് മാവേലി ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി പാതാളത്തിലേക്ക് പോകുമെന്നാണ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തമ്മിലേയും കണ്ടപ്പോൾ തന്നെ എന്താണ് നമ്മുടെ ടോപ്പിക് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതേ സുഹൃത്തുക്കളെ, നമ്മുടെ റേഷൻ കടയാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. സോ ഈ ഒരു വീഡിയോ കാണുവാനായിട്ട് വന്നിരിക്കുന്ന ആളുകളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളെല്ലാവരും ഈ കഴിഞ്ഞ മാസത്തെ റേഷൻ വാങ്ങിയിരുന്നോ? അങ്ങനെ വാങ്ങിയെങ്കിൽ എത്ര രൂപ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചു? ഞാൻ ഈ തമ്പലൈനിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ടിനോ അതിൽ കൂടിയ തുകയ്ക്കോ റേഷൻ വാങ്ങിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ആ ജില്ല കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. ഇന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് എന്നെ തേടിയെത്തിയിരിക്കുന്നത്. കുറച്ചധികം വാട്സപ്പ് ചാറ്റുകളാണ് എനിക്ക് ലഭിച്ചത്. രണ്ട് വീട്ടമ്മമാർ തമ്മിലുള്ള ചാറ്റുകൾ. സോ ഒന്നാമത്തെ വീട്ടമ്മയ്ക്ക് തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള റേഷൻ വാങ്ങണം. അതിന് തൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു വീട്ടമ്മയോട് അവർ വാട്സപ്പിൽ പണം കടം ചോദിക്കുന്നു. സ്നേഹനിധിയായിട്ടുള്ള രണ്ടാമത്തെ വീട്ടമ്മ 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് ഒന്നാമത്തെ വീട്ടമ്മയ്ക്ക് നൽകിയ ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയക്കുന്നു. അങ്ങനെ അയച്ചപ്പോൾ ഇവിടുന്ന് താങ്ക്സ് എന്ന് പറഞ്ഞ ഒരു മറുപടിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഞാൻ കണ്ട ഒരു മെസ്സേജ് എന്നെ വളരെയധികം ഞെട്ടിച്ചു കളഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, ഈ ഒന്നാമത്തെ വീട്ടമ്മ പണം അയച്ച രണ്ടാമത്തെ വീട്ടമ്മയോട് പറയുകയാണ്, ഈ പണം കൊണ്ട് എനിക്ക് റേഷൻ വാങ്ങാൻ പറ്റില്ല, ഇതിൽ കൂടിയ തുകയാവും, പറ്റുമെങ്കിൽ മോള് എനിക്ക് കുറച്ചുകൂടി പണം അയച്ചു തരാമോ എന്ന്. സോ ഈ ഒരു വാട്സപ്പ് ചാറ്റ് കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ അറിവിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ അതാത് സംസ്ഥാന സർക്കാരുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് രാജ്യത്തുടനീളം റേഷൻ കടകൾ സ്ഥാപിച്ചിരിക്കുന്നത് ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അടിസ്ഥാന ഭക്ഷ്യധാന്യമായിട്ടുള്ള അരി, ഗോതമ്പ്, പഞ്ചസാര ഇവ പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം എന്ന നിലയിൽ മണ്ണെണ്ണ എന്നിവ സബ്സിഡി നിരക്കിൽ സാധാരണക്കാരന് ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. സോ അങ്ങനെയുള്ള റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങുന്നതിന് 1000 രൂപയിൽ കൂടുതൽ ചിലവാകുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഈ റേഷൻ കടകൾക്ക് മറ്റ് ചില ദൗത്യങ്ങൾ കൂടിയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, അതേപോലെ തന്നെ BPL, AAY, PHH എന്നീ കാർഡ് ഹോൾഡർമാരായിട്ടുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുക, പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നമ്മുടെ റേഷൻ കടകൾ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള റേഷൻ കടകളിൽ ഇന്ന് സാധാരണക്കാരുള്ള ജനങ്ങൾക്ക് അപ്രാപ്യമായി മാറുന്നു. അതും കേരളത്തിൽ, ദരിദ്രരില്ലാത്ത കേരളത്തിൽ സാധാരണക്കാരന്റെ ആശ്രയമായിട്ടുള്ള റേഷൻ കടകളിൽ സാധാരണക്കാരൻ സാധനം വാങ്ങാൻ പോണെങ്കിൽ 1500 രൂപയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് ഇന്ന് വന്നത്. സോ ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വീട്ടമ്മയുടെ ചാറ്റാണ് ഇപ്പോൾ ലീക്ക് ഔട്ട് ആയി പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ചാറ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീയുടെ പേര് ഷെഫീന ബീബി എന്നാണ്. ഇവരൊരു യൂട്യൂബറാണ്. എന്നാലും ഞാൻ അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ട് ഇവിടെ പങ്കുവെക്കുകയാണ്. പാവം താത്തയ്ക്ക് റേഷൻ വാങ്ങാൻ ഇച്ചിരി ക്യാഷ് തരുമോ? നല്ല മോളല്ലേ? ഇവിടുന്ന് രണ്ടാമത്തെ വീട്ടമ്മ 1000 രൂപയാണ് അയച്ചിരിക്കുന്നത്. അവിടുന്ന് മറുപടി, ഇതുകൊണ്ട് റേഷൻ കിട്ടില്ല, ഇച്ചിരി കൂടി, പാവമായോണ്ട സത്യം. ഇവിടുന്ന് അങ്ങോട്ടൊരു വോയിസ് മെസ്സേജ് തിരിച്ച്, അറിയാമടാ, ഉണ്ടെങ്കിൽ ചെയ്യണേ എന്ന. ഇവിടുന്ന് അങ്ങോട്ട് ഓക്കെ. മോളെ, ഒരു പാവം സ്ത്രീ ഉണ്ട്, എന്തെങ്കിലും സഹായിക്കുമോ? നിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം, പാവമല്ലേ, എന്തൊക്കെയോ പ്രശ്നമാണ്, കാല് വയ്യാത്ത ഒരുത്തിയാണ്, ആരുമില്ല, വസ്തുവൊക്കെ വിറ്റ് കിട്ടിയാൽ അവർ രക്ഷപ്പെടും, പക്ഷെ ആകണ്ടേ, കൊച്ചിനെ ജോലിക്ക് വിടാനാവില്ല, ഇപ്പോൾ തൽക്കാലം ഓൺലൈൻ ആണ് ചെയ്യുന്നത്, അവന് എന്തെങ്കിലും സഹായം ചെയ്യുമോ? ഈ ഒരു ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. നാവായിക്കുളത്തെ വീട് വിറ്റിട്ട് ഞാൻ പൈസ തിരിച്ചു തരാം. ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന നേഴ്സായിട്ടുള്ള ഷിതാമോളോട് പണ്ട് ഇതേ ഷെഫീന ബീവി തന്നെ പറഞ്ഞ ഡയലോഗാണ്. കാല് വയ്യാത്ത സ്ത്രീ, അത് ഷെഫീന ബീവിയാണ്. അപ്പം താത്ത ഉടായ്പാണല്ലേ? സൂപ്പർ. ഇത്ത ക്യാഷ് ഇടാവോ, അർജന്റാണ് പ്ലീസ്.
എൻ്റെ കയ്യിൽ ഇല്ലടാ, ഞാൻ ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാ കിട്ടുക, ഇങ്ങനെ വന്ന് ചോദിക്കുമെന്ന് അറിഞ്ഞില്ല, ഇതിപ്പോൾ ഞാൻ പെട്ടു. അത് ചേച്ചിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഷിതാമോളോട് പറഞ്ഞിട്ട് കൊല്ലങ്ങളായി, ഇതുവരെ ആ പെൺകൊച്ചിന് ക്യാഷ് കൊടുത്തിട്ടില്ല. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ചാറ്റ് അങ്ങ് വായിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കഥകളാണ്. അതെല്ലാം കൂടി ഈ ഒരു രാത്രി ഇപ്പൊ ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഈ ഒരു വിഷയം എന്റെ കൈവശം കിട്ടിയപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം ഈ പറയുന്ന ഒന്നാമത്തെ വീട്ടമ്മയുള്ള ഷെഫീന ബീവിയുടെ ഒരു വീഡിയോ എനിക്ക് ലഭ്യമാകുകയുണ്ടായി. അതിനകത്ത് ഇവരുടെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്നെ തറ വെട്ടിക്കുക അല്ലെങ്കിൽ നിനക്കിട്ട് 2 തരാം, എനിക്ക് 8 യൂണിറ്റ് കൂടെ പോയി ചേരാം, അല്ല ഓഫറും ഉണ്ട്, പക്ഷെ ചെയ്യുന്നില്ലല്ലോ. അതാണ് വ്യക്തി, അതാണ് തന്തയ്ക്ക് പറക്കുക തള്ളയ്ക്ക് പറക്കുക എന്ന് പറയുന്നത്. പിന്നെ പണത്തിന്റെ കേസ് പറയണം. എടി, എന്റെ ഉമ്മായും വാപ്പായും അന്തസ്സുള്ള ജോലി ചെയ്ത് ജീവിച്ച മനുഷ്യരാണ്. ഇന്നും അവരവരുടെ പെൻഷൻ വാങ്ങിയാണ് കഴിക്കുന്നത്. പെൻഷൻ വാങ്ങി ജീവിക്കുന്ന മനുഷ്യരുടെ മകളാണ് ഞാൻ. അല്ലാതെ പെൺമക്കളെ വിദേശത്തേക്ക് വല്ലവനിക്കും കിടന്നു കൊടുക്കാൻ കാഴ്ച വെക്കാൻ വിട്ടിട്ട് ജീവിക്കുന്നോണല്ല. നീയൊക്കെ നഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് വിദേശത്ത് പോയിട്ട് കവച്ചു കൊടുക്കാൻ പോകുന്നതല്ലേ. അല്ലാതെ നിനക്ക് നാട്ടിൽ വന്ന് കേൾക്കി ഞാൻ നിന്നെ ചലഞ്ച് ചെയ്തിട്ട് സോ ഗൈസ്, സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്ന മാതാപിതാക്കളുള്ള ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ, അവരൊരു യൂട്യൂബർ കൂടിയാണ്. നിങ്ങളൊന്ന് ഓർത്തു പോകണം. ധാരാളം വ്യൂവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂട്യൂബറാണ്. അവർക്ക് ലക്ഷങ്ങളാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം. അങ്ങനെയുള്ള ഒരു യൂട്യൂബറാണ് തന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള റേഷൻ വാങ്ങുവാൻ വേണ്ടിയിട്ട് നാട്ടുകാരോട് പൈസ ഇരക്കുന്നത്. അതുകൂടാതെ ഇവരുടെ തന്നെ ചാനലിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഇന്നും പെൻഷൻ വാങ്ങി ജീവിക്കുന്നവരാണ്. അങ്ങനെ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന 2 മാതാപിതാക്കളുള്ള മകളാണ് താൻ. അങ്ങനെയുള്ള മകൾ എന്തുകൊണ്ട് നാട്ടുകാരോട് ഇരക്കുന്നു? എനിക്ക് 1000 രൂപ തരുമോ, എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള റേഷൻ വാങ്ങാനായിട്ടാണ്, ഒന്ന് തന്ന് സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ കേരളത്തിലെ പണത്തിന്റെ മൂല്യം ദിനം പ്രതി ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓണത്തിന് മാവേലി ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി പാതാളത്തിലേക്ക് പോകുമെന്നാണ് ഷെഫീന ബീവിയുടെ ഈ ഒരു ചാറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. സോ ഗൈസ്, ബൈ. ഇനി പോയി കിടന്ന് ഉറങ്ങണം. വെളുപ്പിന് 1 മണിയായി.